നമസ്കാരം 9 മണി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സജീവമായ ഒരു വാർത്താ ദിനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്താ പകലാണിന്ന്. പ്രതിയെ അഫാനെ ഇന്ന് ചോദ്യം ചെയ്യാനാണ് നീക്കം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീക്കങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ പോലീസ് ഇന്ന് കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. നമുക്ക് 9 മണി വാർത്തയിൽ വിശദമായി അത് നോക്കേണ്ടതുണ്ട്. ഒപ്പം അറിയാം, നമുക്ക് അല്പസമയത്തിനകം നടക്കാൻ പോകുന്ന രഞ്ജി ട്രോഫി ഫൈനൽ, അതിലേക്കാണ് നമ്മുടെ എല്ലാം കണ്ണുള്ളത്. ഒപ്പം മഹാശിവരാത്രിയാണ് ഇന്ന്, മഹാകുംഭമേളയുടെ സമാപന ദിവസമാണ്. ഇപ്പോൾ പ്രയാഗ്രാജിലെ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. അന്തർദേശീയ വാർത്തകളിലേക്ക് കടന്നാൽ ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിന്റെ അടക്കമുള്ള വാർത്തകളുണ്ട്, പരിശോധിക്കാം വിശദമായി. അതിനു മുമ്പ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ആദ്യം. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയുടെ പിന്നിലെ സത്യം തേടി പോലീസ്. അഫാനെ ഇന്ന് ചോദ്യം ചെയ്യും. കട്ടിലിൽ നിന്ന് തലയിടിച്ച് വീണതാണെന്ന് മൊഴി നൽകിയ അമ്മ. മൊഴി നൽകിയ ശേഷം വീണ്ടും അബോധാവസ്ഥയിലായി ഷെമി. പിതാവിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം. കൊലപാതകത്തിനിടെ ബാറിലും അഫാൻ എത്തി. കൊലപാതകത്തിന് മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18. അരമണിക്കൂർ മുമ്പ് വെഞ്ഞാറമൂട്ടിലേക്ക് നടക്കുന്നത് CCTV വീഡിയോയിൽ വ്യക്തം. ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ട്യൂഷന് പോകാനെന്ന് പറഞ്ഞ്. കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മൗസയുടെ ഫോൺ ആത്മഹത്യയ്ക്ക് മുൻപ് ആൺ സുഹൃത്ത് കൈക്കലാക്കി. ഒളിവിലുള്ള സുഹൃത്തിനായി അന്വേഷണം ഊർജിതം. വിദർഭയെ തകർത്ത് രഞ്ജി ട്രോഫി കിരീടവുമായി വരാൻ കേരളം ഇന്നിറങ്ങും. കേരളം ഫൈനലിൽ എത്തുന്നത് ഇതാദ്യമായി. മത്സരം നാഗ്പൂർ ജാംതയിലെ VCA സ്റ്റേഡിയത്തിൽ. ഇന്ന് മഹാശിവരാത്രി. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് സമാപനം. 5ാം അമൃത് സ്നാനത്തിനായി തീർത്ഥാടക പ്രവാഹം. കേരളത്തിലെ ക്ഷേത്രങ്ങളിലും വിപുലമായ ചടങ്ങുകൾ. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. ഇഷാ യോഗ ഫൗണ്ടേഷനിലും ആഘോഷം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. കോട്ടയത്ത് ഇടതു നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന PV അൻവർ. വാർത്താ സമ്മേളനത്തിൽ വിവരങ്ങൾ പുറത്തുവിടും. തൃണമൂലിലേക്ക് കൂടുതൽ ഇടതു നേതാക്കൾ എത്തുമെന്നും അൻവർ. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന, അഭ്യർത്ഥന പറയും. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും. തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം. അതിനൊരു തർക്കമില്ല. ചുങ്കത്തറയിലെ അട്ടിമറിക്ക് പിന്നാലെ അൻവറിന്റെ കൊലവിളി പ്രസംഗം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് വത്തിക്കാൻ. രോഗം വൃക്കകളെയും ബാധിച്ചുവെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് ഒടുവിൽ വഴങ്ങി സെലൻസ്കി. യുക്രൈനിലെ ധാതു വിഭവങ്ങളുടെ ഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകുമെന്ന് വിവരം. നടപടി ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന്. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം തുടങ്ങും. പ്രദേശത്തുള്ളത് 50ഓളം ആനകൾ. ദൌത്യത്തിനിറങ്ങുക വനം വകുപ്പിന്റെ 2 സംഘങ്ങൾ. വിശദമായി നോക്കാം. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാശിവരാത്രി ദിവസമാണിന്ന്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ സമാപന ദിവസം കൂടിയാണ്. അപ്പോൾ വിശേഷാൽ കാഴ്ചകളൊക്കെ അവിടെ നിന്നുണ്ട്, ചടങ്ങുകളുണ്ട്. അപ്പോൾ 1 മാസത്തിലേറെയായി ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ സംഗമ ഭൂമിയായി മാറിയിരിക്കുകയായിരുന്നു മഹാകുംഭമേള എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്ന് സമാപന ദിവസം. വലിയ പ്രത്യേകതകളുണ്ട്. 5ാമത്തെ അമൃത് സ്നാനത്തിനായാണ് ഇന്ന് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രയാഗ്രാജിൽ നിന്ന് കൃഷ്ണേന്ദു നായരുടെ റിപ്പോർട്ടിലേക്ക്.
നമ്മളിപ്പോ ഗംഗാഘാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഗംഗാഘാട്ട് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സംഗം സ്ഥലിലേക്ക് പോകേണ്ടത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണം. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ രാത്രി വന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നമുക്ക് റിക്ഷയിലോ ബൈക്കിലോ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാം. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സ്നാനത്തിന് വേണ്ടി, അതായത് ഇന്നിപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു അതായത് ഇന്ന് ഫിഷിംഗ് ഡേ അതുപോലെ തന്നെ ശിവരാത്രിയുമാണല്ലോ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പിന് വേണ്ടി, അതായത് ഈ മുങ്ങിയുള്ള കുളിക്ക് വേണ്ടി ആൾക്കാർ സംഗം സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ ഈ നിയർ ബൈ ആയിട്ട് ഓരോ സെക്ടേഴ്സിലും ഇഷ്ടം പോലെ ടെന്റ് ഉണ്ട്. ഈ ടെന്റ് എന്നുള്ളവരും ഉണ്ട്. അതുപോലെ നമ്മളെയൊക്കെ പോലെ പുറത്ത് താമസിച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ മോർണിംഗ് ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു, ഈ ഒരു ബ്രഹ്മമുഹൂർത്തം അങ്ങനത്തെ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഇതിലുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇതുവരെയുള്ള കണക്കിൽ വെച്ച് ഏകദേശം 67 കോടി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ മാത്രം 65 ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ഒരു ദിവസം അവർ എക്സ്പെക്ട് ചെയ്ത് 2 കോടിയാണ്. അപ്പം ഇന്നത്തെയും കൂടെ വെച്ചിട്ട് 67 കോടിയോളമാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സാധാരണഗതിയിൽ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറച്ചു കാലം മുന്നേ വരെ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അതനുസരിച്ച് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. ആൻഡ് മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയാനുള്ളൊരു സംഭവമാണ്. കാര്യം ഇത്രയും ആൾക്കാർ വരുമ്പം അറ്റ് എ ടൈം ഇത്രയും പേരെ മാനേജ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളത് ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ ഈ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കട്ട് ചെയ്തിട്ട് ആൾക്കാരെ നടക്കാൻ മാത്രമാണ് സമ്മതിക്കുന്നത്. ഒരുപാട് കിലോമീറ്ററുകൾക്ക് ബാക്കിൽ വെച്ച് തന്നെ ഇവർ ബാക്കി വണ്ടികളും, അതായത് റിക്ഷയും മോട്ടോർ ബൈക്സും ആണ് ഇവിടെ കൂടുതൽ പോകുന്നത്. അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവരും നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയും ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകണം ഈ ത്രിവേണി സംഗമം. അവിടെയാണ് ആ മെയിൻ സ്നാനം ഉള്ളത്. അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. 144 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു മഹാകുംഭമേളയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 45ാമത്തെ ദിവസമാണ്. ഈ മഹാകുംഭമേള സ്റ്റാർട്ട് ചെയ്തിട്ട് 45th ഡേ ആണ്. ഇന്നാണ് ഇതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത്. ഇന്ന് ശിവരാത്രി കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ മഹാസംഗമത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. പ്രയാഗ്രാജിൽ നിന്ന് ന്യൂസ് 8 വേണ്ടി കൃഷ്ണേന്ദു നായർ. അപ്പോൾ മഹാശിവരാത്രി ദിനമായ ഇന്ന് മഹാകുംഭമേളയുടെ കൂടെ സമാപന ദിവസം കൂടിയാണ്. പ്രയാഗ്രാജിലെ കാഴ്ചകളാണ് കൃഷ്ണേന്ദു നമുക്കായി പങ്കുവെച്ചത്. ഇനി രാജ്യത്ത് എമ്പാടും മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഉണ്ട്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തുന്ന മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറവും. രാവിലെ ലക്ഷാർച്ചനയോടെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 116 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡാനി പോളാണ് ആലുവയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറം എന്നുള്ളത് നമുക്കറിയാം. അവിടെ പതിവ് പോലെ വലിയ ജനത്തിരക്കായിരിക്കും അല്ലേ ഈ മഹാശിവരാത്രി ദിവസവും? ആര്യ, ഒരു സംശയവുമില്ല. കാരണം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോഴേക്കും ആലുവ മണപ്പുറവും ഇവിടെയുള്ള പിതൃതർപ്പണവും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് കരുതപ്പെടുന്നത്. വളരെ സവിശേഷമായി വിശേഷമായും ചേർക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ദിവസവും, പ്രത്യേകിച്ച് ഈ രാത്രിയും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആലുവയിലേക്ക് നിരവധി പേർ ഇന്ന് രാത്രിയാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരു വലിയ സമയവും സന്ദർഭവുമല്ല. പക്ഷേ ഇപ്പോഴേ തന്നെ ഇവിടേക്ക് ആലുവയിലേക്ക് തന്നെ ആളുകൾ ഈ മണപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. രാവിലെ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ന് രാത്രിയാണ്, അതായത് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ്, അതിനുശേഷം ഇവിടെ പൂജാ ചടങ്ങുകൾ അത് ആരംഭിക്കും. ഇതിനുശേഷമാണ് സാധാരണഗതിയിൽ ഒരു ബലിതർപ്പണ ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. ഇന്നത്തേത് ശിവരാത്രി ബലിയും അത് നാളെയിലേക്ക് വരുമ്പോഴേക്കും, അത് കുംഭമാസത്തിലെ അമാവാസിയാണ് നാളെ രാവിലെ 8:30 മുതൽ ആ ഒരു സമയമാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് വാവുബലിയും ആ ദിവസത്തെ വാവുബലിയുമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും. അതാണ് വിശ്വാസികളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്ക് എല്ലാം തന്നെ ഈ മണപ്പുറവും പരിസരവും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ 116 ബലിതർപ്പണ തറകൾ ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇവിടെ എല്ലാം തന്നെ നല്ല തിരക്കുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക്
വരുന്നു. പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടി ബലി തർപ്പണം ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു എന്നതാണ്. എല്ലായിടത്തും തന്നെ വലിയ തിരക്ക്, ഈ ബലിത്തറകളിലെല്ലാം തന്നെ വലിയ തിരക്കും അനുഭവപ്പെടുകയും ചെയ്യുന്നു. അവരുടെ പിതൃമോക്ഷ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാവരും ആ ഒരു അനുസ്മരണം നടത്തിക്കൊണ്ട് പലരും തന്നെ നിറ കണ്ണുകളോടെ എല്ലാം തന്നെയും ആ ഒരു ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മോക്ഷ ചടങ്ങുകളിലേക്ക് പങ്കാളികളാകുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഈ ദിവസത്തേക്ക് വേണ്ടി ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ഇവിടേക്ക് എത്തുന്നവർ സുരക്ഷിതരായി തിരിച്ച് മടങ്ങിപ്പോവുക, ഇവിടേക്ക് കൃത്യമായ രീതിയിൽ ഇവിടേക്ക് വരുന്നവർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ, ആ ഒരു പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇവിടെ പോലീസ് സേന 1500ഓളം പേരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. 12 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1500ലധികം പോലീസുകാർ മണപ്പുറവും പരിസര പ്രദേശങ്ങളിലുമായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ഇവിടേക്ക് എത്തുന്ന വഴികളിലെല്ലായിടത്തും തന്നെ ഒരു ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം ഇന്ന് രാത്രിയോടുകൂടിയാണ് അതെല്ലാം തന്നെ നിലവിൽ വരികയും ചെയ്യുന്നത്. KSRTCയും ദക്ഷിണ റെയിൽവേയും എല്ലാം തന്നെ പ്രത്യേക സർവീസുകൾ ഇവിടം കേന്ദ്രീകരിച്ച്, ആലുവ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോയുടെ അധിക സർവീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളോടും ചടങ്ങുകൾ ഇന്ന് രാത്രി മറ്റൊരു പ്രത്യേകത അല്ലേ? അങ്ങനെയാണ്. നാളെ പുലർച്ചെ വരെയും ഈ ചടങ്ങുകൾ ഉണ്ടാകും. പക്ഷേ നാളെ പുലർച്ചെ മാത്രമല്ല, അതിനുശേഷം സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ള നാളെ പുലർച്ചെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകൾ നടക്കും. വലിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്കായിരിക്കും. പ്രത്യേകിച്ച് രാവിലെയുള്ളൊരു 8 മണി 9 മണി സമയം വരെയും സൂചി നമ്മൾ പറയാറില്ലേ, പൂഴിയിട്ടാൽ താഴാത്ത രീതിയിൽ എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിലേക്കായിരിക്കും തിരക്ക് ഉണ്ടാവുക, അനുഭവപ്പെടുക എല്ലാം തന്നെ ചെയ്യുക. ഇന്ന് രാത്രി മുതൽ തുടങ്ങുന്ന ആ ഒരു ചടങ്ങുകളെല്ലാം തന്നെ പിറ്റേന്ന് നാളെ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ അമാവാസിയാണ്. അതുകൊണ്ട് നാളെയും എല്ലാം തന്നെ ഈ ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. വാവുബലി അടക്കമുള്ള കാര്യങ്ങൾ നാളെയും തന്നെ തുടരുന്നു. ഇന്ന് ശിവരാത്രി ബലി എന്ന രീതിയിലുള്ള ഒരു സങ്കല്പമാണുള്ളത്. ഗ്രീൻ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയാണ് ഇവിടെയുള്ളൊരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാവരോടും അത് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. ആ രീതിയിൽ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപേക്ഷിക്കരുത് എന്ന രീതിയിൽ. ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങളും അതിവിപുലമാണ്. ഏതായാലും ഇവിടെ ഈ വാവുബലി അടക്കമുള്ള ചടങ്ങുകൾ എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ആര്യ, ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറം എന്ന് പറയുന്നത്. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഡാനി പോളാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. കോയമ്പത്തൂർ ഇഷ യോഗ ഫൗണ്ടേഷനിലും വിപുലമായ മഹാശിവരാത്രി ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നടക്കുന്ന മഹാശിവരാത്രി ആഘോഷങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടികളിൽ പങ്കെടുക്കാനായി ഇഷയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അന്തർദേശീയ വാർത്തകളിലേക്കാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദത്തിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വഴങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. യുക്രൈനിലെ അപൂർവ ധാതു വിഭവങ്ങളുടെ ഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയും യുക്രൈനും തമ്മിൽ ധാതു കരാറിൽ ധാരണയായെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്നാണ് ചേരുക. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. കിരൺ, എന്തായാലും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ധാതു കരാറിൽ ഒപ്പുവെക്കുന്നു യുക്രൈനും അമേരിക്കയും എന്നുള്ളതാണ്. ഈ കരാറിലേക്ക് എത്താൻ എന്ത് പൊടിക്കൈയാണ് ട്രംപ് സ്വീകരിച്ചത്? ഒപ്പം ഇന്ന് ആദ്യ ക്യാബിനറ്റ് യോഗമാണല്ലോ, എന്ത് പ്രതീക്ഷിക്കാം? ആര്യ, ഈ ഇത്തരമൊരു ധാതു ഖനനത്തിന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ, അമേരിക്കയും യുക്രൈനും തമ്മിൽ കരാറിലേക്ക് നീങ്ങുന്നതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലാണ്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ യുദ്ധം അവസാനിക്കുമെന്നും ആ യുദ്ധത്തിൽ ഒന്നുകിൽ സമാധാന കരാറോ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറോ നിലവിൽ വരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കരാറിലേക്ക് നീങ്ങുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അമേരിക്ക ഇതുവരെയും ഏകപക്ഷ അല്ലെങ്കിൽ പൂർണ്ണ പിന്തുണയാണ് യുക്രൈൻ നൽകിക്കൊണ്ടിരുന്നെങ്കിൽ അത്തരമൊരു പിന്തുണയ്ക്കില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുതിനുമായും കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് ശേഷമാണ് അത്തരത്തിലൊരു നിലപാട്, ചെറിയ തരത്തിൽ അമേരിക്ക നിലപാട് മാറ്റിയത്. അമേരിക്കയിലേക്ക് യുക്രൈനിലുള്ള ധാതു മണൽ ഖനനത്തിനുള്ള അനുമതി, ആ കരാർ ആദ്യം അത് പാടില്ല, അത് യുക്രൈൻ്റെ സുരക്ഷയെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ യുക്രൈൻ്റെ സാമ്പത്തികമായി
നഷ്ടമാണ്. ആ കാരണത്താൽ ഈ കരാർ പൊളിച്ചെഴുതണം എന്നുള്ള ഒരു ശക്തമായ വാദത്തിലായിരുന്നു നിന്നിരുന്നത് സെലൻസ്കി. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യുക്രൈന്റെ പക്ഷത്ത് തന്നെ വീണ്ടും അമേരിക്ക ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ കരാറിന് അനുമതി നൽകണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ട്രംപ് പോയത്. അമേരിക്കയുടെ ഈ സമ്മർദ്ദത്തിന് സ്വാഭാവികമായും യുക്രൈന് വഴങ്ങേണ്ടി വന്നു എന്ന് വേണം കണക്കാക്കാൻ. ഈ അമേരിക്ക പോലെ ഒരു രാജ്യം ഈ സമയത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ വേദിയിൽ നിന്ന് യുക്രൈനുള്ള പിന്തുണ പിൻവലിച്ചാൽ സ്വാഭാവികമായും ആ യുദ്ധവുമായി മുന്നോട്ട് പോകാൻ 3 വർഷമായി തുടരുന്ന യുദ്ധവുമായി മുന്നോട്ട് പോകാൻ യുക്രൈന് പ്രയാസമാവും. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആ യുദ്ധത്തിന് സമാധാനത്തിലേക്ക് നീങ്ങണം അല്ലെങ്കിൽ അമേരിക്കൻ പിന്തുണ ഉറപ്പാക്കണമെങ്കിൽ ഇത്തരമൊരു കരാറിന് കൂടി അനുമതി നൽകണം എന്നുള്ള ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി കൂടിയാണ് ഇപ്പോൾ ഈ കരാറിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പോസിറ്റീവ് വശമായി മറ്റു രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ അടക്കം കാണുന്നത് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് ചർച്ച നടത്തിയത്. ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് അമേരിക്കയുടെ നേതൃത്വത്തിൽ തന്നെ റഷ്യയുമായി ചർച്ച നടത്തണം. ആ ചർച്ചയ്ക്ക് ശേഷം അമേരിക്ക യുക്രൈനുമായി ചർച്ച നടത്തണം. അങ്ങനെ അമേരിക്കയുടെ ഒരു നേതൃത്വത്തിൽ വേണം ഇത്തരം ഒരു സമാധാന ഉടമ്പടിയിലേക്ക് വരാൻ. കാരണം 2014 ഇത്തരം ഒരു ഉടമ്പടി റഷ്യയുമായി ഈ യുദ്ധത്തിന് സമാധാന കരാറിന് ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. അന്ന് മാക്രോൺ അടക്കം ഈ ഉടമ്പടിക്ക് ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി തന്നെ അതിന് മുൻകൈ എടുത്ത ആളാണ്. പക്ഷേ ആ കരാർ പിന്നീട് റഷ്യ ലംഘിച്ചു. റഷ്യ അങ്ങനെ ഒരു കരാർ ലംഘിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒന്നുകിൽ യുക്രൈൻ സൈന്യത്തിന് ശക്തി വർദ്ധിപ്പിക്കണം, ആ ശക്തി വർദ്ധിപ്പിച്ചു നിർത്തണം, അല്ലെങ്കിൽ ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ സംയുക്തമായ ഒരു സേനാ വിന്യാസം യുദ്ധമുഖത്തല്ല എങ്കിൽ പോലും യുക്രൈനിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ കരാറിൽ നിന്ന് ഏതു സമയവും റഷ്യ പിൻവാങ്ങാമെന്നും കരാർ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നും മാക്രോൺ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു സമാധാന കരാറിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ട്രംപ് ഉറപ്പിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ലാഭമൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് യുക്രൈനിലെ വലിയ ഖനനത്തിന് അല്ലെങ്കിൽ ധാതു സമ്പത്തുള്ള രാജ്യം കൂടിയാണ്. പ്രധാനപ്പെട്ട പല ഏറ്റവും വില കൂടിയ ധാതുക്കളിൽ പലതും ഉള്ള രാജ്യം കൂടിയാണ് യുക്രൈൻ. ആ ധാതു ഖനനത്തിനുള്ള കരാർ സംയുക്ത ഖനനത്തിനാണ് ഒരു കരാറിലേക്കാണ് അമേരിക്ക വെച്ചിരിക്കുന്നത്. ആ കരാറിന് കൂടി ഇപ്പോൾ യുക്രൈൻ അനുമതി നൽകാനുള്ള കരടിന് ഏകദേശം ധാരണയായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കിരൺ, ഒരു കാര്യം കൂടി, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ ഭരണത്തിൽ വന്നതിന് ശേഷം 2ാം തവണ ഭരണത്തിൽ വന്നതിന് ശേഷം പല സുപ്രധാനപ്പെട്ട തിടുക്കപ്പെട്ട് പല നീക്കങ്ങളിലേക്കും പ്രഖ്യാപനങ്ങളിലേക്കും ഉത്തരവുകളിലേക്കും ഒക്കെ ട്രംപ് നീങ്ങുന്നതൊക്കെ കണ്ടു. ഇന്ന് ആദ്യത്തെ ക്യാബിനറ്റ് യോഗമാണ്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ട്രംപ് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണം അധികാരമേറ്റപ്പോൾ തന്നെ അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ സുപ്രധാനമായ പല തീരുമാനങ്ങളും തിരുത്തിക്കൊണ്ടുള്ള ഉത്തരവുകൾ വന്നിരുന്നു. ചില ഉത്തരവുകളിലൊക്കെ കോടതിയുടെ ഭാഗത്തു നിന്ന് ട്രംപിന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. സാധാരണഗതിയിൽ സാവധാനത്തിൽ ഒരു ആലോചിച്ചെടുക്കേണ്ട പല തീരുമാനങ്ങളും ഏകപക്ഷീയമായി തന്നെ ട്രംപ് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. അത്തരം തീരുമാനങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ആളുകളെ ഇന്ത്യക്കാരെ അടക്കം ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട ലോകത്ത് നടന്നുകൊണ്ടിരുന്ന 2 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഒന്ന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാട്, അതിനുശേഷം യുദ്ധത്തിന് ഒരു സമാധാന കരാർ ഉണ്ടാക്കുമ്പോഴും അവിടുത്തെ പുനർനിർമ്മാണ ചുമതല അമേരിക്ക ഏറ്റെടുക്കാനും ആ സ്ഥലം അമേരിക്ക ഏറ്റെടുക്കാനുമുള്ള അമേരിക്കയുടെ ശ്രമം, ഇവിടെ ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അമേരിക്ക ധാതുമണൽ ഖനനത്തിന് അമേരിക്ക സാമ്പത്തികമായി ലാഭമുണ്ടാക്കുന്ന ഒരു ഖനനത്തിന് ഒരു കരാറിലേക്ക് നീങ്ങാനുള്ള തീരുമാനമെടുക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ, ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദമുണ്ടായത് US എയ്ഡുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അമേരിക്ക നൽകിയിരുന്ന എയ്ഡുകൾ നിർത്താൻ, സാമ്പത്തിക സഹായം നിർത്താനുള്ള തീരുമാനം. അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഈ കരാറിലടക്കം ട്രംപ് മുന്നോട്ട് വെച്ചത് യുക്രൈൻ ഒരു യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന യൂറോപ്പിന്റെ ഭാഗമായ ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് വേണ്ടി പണം ചെലവഴിക്കാൻ തയ്യാറല്ല എന്നുള്ള നിലപാട്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. അത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങളൊക്കെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് അവിടുത്തെ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ഉദ്യോഗസ്ഥർക്ക് ഇമെയിൽ വഴി നൽകിയ നിർദ്ദേശം, ഒരാഴ്ച എന്ത് ചെയ്തു എന്ന് സംബന്ധിച്ച് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഇമെയിൽ സന്ദേശം അയക്കണം, അല്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കണക്കാക്കും. അത്തരം പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളിലും ക്യാബിനറ്റിന്റെ തീരുമാനം എന്തെന്ന് ഉറപ്പായും ഉണ്ടാവും. കിരൺ ബാബുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, കഴിഞ്ഞ 2 ആഴ്ച കാലമായി പോപ്പിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പ്രാർത്ഥനയിലാണ് വിശ്വാസി ലോകം ഉള്ളത്. ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്
ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചിരിക്കുകയാണ്. ഇന്നലെ മാർപ്പാപ്പയെ പതിവ് CT സ്കാൻ പരിശോധനയ്ക്ക് വിധേയനാക്കി. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഈ മാസം 14-നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് TG സജിത്താണ് നമുക്കൊപ്പം ചേരുന്നത്. സജിത്ത്, കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നമുക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു. നേരിയ പുരോഗതി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ വീണ്ടും വത്തിക്കാനിൽ നിന്ന് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് വിശദാംശം? ആര്യ, ആരോഗ്യനില ഗുരുതരാവസ്ഥയിലാണ്. പക്ഷേ ആശാവഹമായ പുരോഗതി ഇപ്പോൾ ആരോഗ്യാവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്, മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായ മാറ്റം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇതാദ്യമായിട്ട് ചില ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, ചില സുപ്രധാന ഉത്തരവുകളിൽ ഒപ്പുവെക്കുക തുടങ്ങിയ നടപടികളും ഉണ്ടായി. ഇന്നലെ അദ്ദേഹം ഈ ആരോഗ്യസ്ഥിതിയിൽ ഗുരുതരാവസ്ഥയുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഇന്നലെ നടന്നു. ആശുപത്രിയിലെ മുറിയിലൂടെ അദ്ദേഹം അല്പസമയം നടന്നു. ഒപ്പം തന്നെ അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തുന്നു എന്നാണ് നമുക്ക് അറിയാനാവുന്നത്. അതായത് സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പരോളുമായിട്ടുള്ള ചർച്ചകൾ ഇന്നലെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 14-ന് ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ആശാവഹമായ ഒരു പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാവുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. രണ്ടുപേരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം, ഒപ്പം തന്നെ മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാകുന്ന ചില സുപ്രധാനമായ മറ്റു ചില ഉത്തരവുകളിലും ചില ഭരണപരമായ കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം തീരുമാനമെടുത്തു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാനാവുന്നത്. എന്തായാലും വളരെ ആശാവഹമായ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ന്യൂമോണിയ ബാധ, ഇരു ശ്വാസകോശങ്ങളിലും ബാധിച്ച ന്യൂമോണിയ ബാധ ഇപ്പോഴും അതേപടി തുടരുകയാണ്. പക്ഷേ വൃക്കയ്ക്കുണ്ടായിരുന്ന അണുബാധയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ആശാവഹമായ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ 14-ന് ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയൊരു മാറ്റം ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാവുന്നത്. തീർച്ചയായും എന്തായാലും ആശ്വാസകരമാണ്. ആശാവഹമായ പുരോഗതി ആരോഗ്യനിലയിൽ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ഉണ്ടായി എന്നുള്ളത്. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് വെഞ്ഞാറമൂട്ടിലേക്ക് പോകണം. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഫർസാനയുടെ CCTV ദൃശ്യങ്ങൾ അത് ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. ഈ കൊലപാതക പരമ്പര നടത്തുന്നതിനിടയിൽ പ്രതിയായിട്ടുള്ള അഫാൻ ബാറിൽ സന്ദർശിച്ചിരുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. വിശദമായി കടക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ 72 മണിക്കൂർ നിരീക്ഷണത്തിൽ വേണമെന്ന് മെഡിക്കൽ സംഘം. അതിനുശേഷം ചോദ്യം ചെയ്യും. അമ്മ ഷെമി ഇപ്പോൾ അബോധാവസ്ഥയിൽ. അപകടനില തരണം ചെയ്തെങ്കിലും ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. 5 മരണങ്ങളുടെയും കാരണം തലക്കേറ്റ ക്ഷതമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 5 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും. അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 4 പവന്റെ സ്വർണ്ണാഭരണം നൽകാത്തതിന്റെ പേരിലാണ് അഫാൻ പിതാവിന്റെ അമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് സൂചന. പ്രതി അഫാൻ ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന് പോലീസ്. പ്രതിയുടെ സൗഹൃദങ്ങളെക്കുറിച്ചും അന്വേഷണം. കൊലപാതകം നടത്താൻ അഫാൻ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വെഞ്ഞാറൻമൂട്ടിലെ മണിമുറ്റത്ത് നിധി എന്ന സ്ഥാപനത്തിലാണ് സ്വർണം പണയം വെച്ചതെന്ന് പ്രതി അഫാൻ. വെഞ്ഞാറൻമൂട്ടിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയതെന്നും മൊഴി. നെയ്യാറ്റിൻകര കാഞ്ഞിരം കുളത്ത് റിട്ടയർഡ് ASIയുടെ കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ. റിട്ടയർഡ് ASI മനോഹരനെ കൊന്ന കേസിൽ ശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതികളായ സുരേഷ്, വിജയൻ, സുനിൽ എന്നിവർക്കാണ് ശിക്ഷ. പുറംപോക്ക് സ്ഥലം അതിര് നിർണയിച്ച് സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. മുൻകൂർ നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന് നിയമസാധുതയില്ലെന്ന് വ്യക്തമാക്കി. ചെന്താമരയുടെ അഭിഭാഷകൻ കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചു. മലപ്പുറം തലപ്പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു. മുന്നിയൂർ പാലക്കൽ സ്വദേശി സുമി, മകൾ ഷബ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത്. ആലപ്പുഴ ചെട്ടിക്കാട് ഗുണ്ടകൾ ഏറ്റുമുട്ടി. നിരവധി കേസുകളിൽ പ്രതിയായ തുമ്പി ബിനുവും ജോൺകുട്ടിയും തമ്മിൽ കത്തിക്കുത്ത്. ഇരുവർക്കും പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം.
30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ. 17 വാർഡുകളിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം. നില മെച്ചപ്പെടുത്തിയ UDF അക്കൌണ്ട് 10-ൽ നിന്ന് 12 ഉയർത്തി. തിരുവനന്തപുരം പാങ്ങോട് പുലിപ്പാറ വാർഡ് UDF-ൽ നിന്ന് SDPI പിടിച്ചെടുത്തു. SDPI ജയിച്ചത് UDF പിന്തുണയോടെയെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. കണ്ണൂരിൽ വഴി തടഞ്ഞുള്ള സമരത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയില്ല. നിയമമനുസരിച്ച് വേണം ഓരോരുത്തരും സമരം ചെയ്യാൻ. നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന പ്രശ്നം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും TP രാമകൃഷ്ണൻ. മലപ്പുറം നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-ന് തിരിച്ചടി. LDF-ന് ഭരണത്തിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF അംഗം നുസൈബ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. ഏറെ നേരത്തെ സംഘർഷങ്ങൾക്കൊടുവിലായിരുന്നു വോട്ടെടുപ്പ് നടപടികൾ. മലപ്പുറം ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ സംഘർഷം. UDF LDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. വിമത അംഗം നുസൈബയുടെ ദേഹത്ത് LDF അംഗങ്ങൾ ചാണകവെള്ളം തളിച്ചെന്ന് ആരോപിച്ച് UDF രംഗത്ത് വന്നു. അൻവർ പോയാൽ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ LDF-ന് ഒരു പഞ്ചായത്ത് ഒന്നാകെ പോവുകയാണെന്ന് PV അൻവർ. ചുങ്കത്തറയ്ക്ക് പിന്നാലെ മറ്റൊരു പഞ്ചായത്തും LDF-ന് നഷ്ടമാകുമെന്ന് PV അൻവർ ന്യൂസ് 18നോട്. മതവിദ്വേഷ കേസിൽ റിമാൻഡിലായ PC ജോർജ് ജാമ്യ ഹർജി നൽകി. ഹർജി ഫയലിൽ സ്വീകരിച്ച ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. കേസ് പരിഗണിക്കാനായി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. റിമാൻഡിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട PC ജോർജ് നിരീക്ഷണത്തിൽ തുടരുന്നു. കേന്ദ്ര മടങ്ങിയെത്തുമ്പോൾ രഞ്ജി ട്രോഫി വാർത്തകളിലേക്കാണ് പോകുന്നത്. രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുത്തു. 3 പേസർമാരുമായിട്ടാണ് കേരളം ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. കേരളം ടീമിൽ നിന്ന് വരുൺ നായനാർക്ക് പകരം ഫാസ്റ്റ് ബൌളർ ഏദൻ ആപ്പിൾ ടോം ടീമിൽ ഇടം നേടി. MS ഹരികൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. ഹരി, ഈ ബൌളിംഗ് തെരഞ്ഞെടുക്കാനുള്ള തന്ത്രം എന്താണ്? ടീമിന്റെ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. കിരീടം കൊണ്ടേ തിരികെ എത്തൂ എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഏദൻ ആപ്പിൾ ടോം ആണ് ടീമിലേക്ക് ഇടം നേടുന്ന ഒരു പേസ് ബൗളർ. അത് വളരെ നിർണായകമായ ഒരു മാറ്റമാണ്. വരുൺ നായനാർ എന്ന മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനെ ആണ് കേരളം പുറത്തിരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഫൈനലിലേക്ക് വരുമ്പോഴേക്കും ടീമിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് കരുതിയത്. പക്ഷേ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം കാത്തിരിപ്പുള്ള രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ആദ്യമായി എത്തുമ്പോഴേക്കും ഒരു മാറ്റം ടീമിൽ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മത്സരം കൃത്യം 9:30 തന്നെ ആരംഭിക്കുന്നതാണ്. വിദർഭ സ്റ്റേഡിയത്തിലാണ് മത്സരം. 2003 ശേഷം കേരളം വിദർഭ സ്റ്റേഡിയത്തിൽ ഒറ്റ മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല. ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് കേരളം ഫൈനലിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിൽ ജയിച്ച ടീമുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട മാറ്റം 3 പേസർമാരുമായിട്ടാണ് കേരളം ഇത്തവണ ഇറങ്ങുന്നത് എന്നുള്ള ഒരു നിർണായക നീക്കവും കൂടി കേരളം നടത്തിയിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. രഞ്ജി ട്രോഫി ഇത്തവണ സ്വന്തമാക്കുമെന്നുള്ള പ്രതീക്ഷ. എന്തായാലും ടോസ് നേടിയ കേരളം ഇപ്പോൾ ബൌളിംഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഇനി സത്യം കണ്ടെത്താനുള്ള അന്വേഷണം. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കാൽനടയായാണ് പുത്തൂരിലെ വീട്ടിൽ നിന്ന് മുക്കന്നൂർ വരെ ഫർസാന പോയത്. കൊലപാതകത്തിന് അരമണിക്കൂർ മുൻപ് ഫർസാന വെഞ്ഞാറമൂട് ദിശയിൽ നടന്നു നീങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് 22-കാരിയായ ഫർസാന ഇറങ്ങിയത്. മുക്കന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ബൈക്കിലെത്തി ഫർസാനയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു.
കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭ്യമായിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ച് നിർണായകമായ തെളിവാണ് ഇതെല്ലാം. പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലൊരു നൊമ്പരമാണ്. ആ 22-കാരി മരണത്തിലേക്കാണല്ലോ ആ നടന്നു പൊക്കൊണ്ടിരുന്നത്. താൻ അത്രമേൽ സ്നേഹിച്ച അഫാനൊപ്പം പോകാൻ വേണ്ടിയിട്ടാണല്ലോ ആ പെൺകുട്ടി നടന്നു പോകുന്നത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്കെല്ലാം മനസ്സിലൊരു വിങ്ങലാണ്. എങ്ങനെയാണ് വിശദാംശം? തിങ്കളാഴ്ച വൈകുന്നേരം 3:15 അഫാൻ ഫോണിൽ വിളിച്ചതിന് തൊട്ടു പിന്നാലെ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് ഈ വീടിന് സമീപത്തുള്ള, അതായത് പുതൂർ എന്ന സ്ഥലത്താണ് വീട്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ അപ്പുറത്ത് ഈ ഇടവഴിയിലൂടെ ഈ 100 മീറ്റർ നടന്ന് ഈ വഴിയിലൂടെ നടന്നാണ് പ്രധാന റോഡിലേക്ക്, മുക്കുന്നൂർ എന്ന സ്ഥലത്തെ പ്രധാന റോഡിലേക്ക് എത്തിയത്. അവിടെ നിന്ന് വെഞ്ഞാറമൂട് ദിശയിലേക്ക് ഈ ഫർസാന നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ദൃശ്യങ്ങൾ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. ഈ ദൃശ്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ മുക്കുന്നൂർ വരെ ഇവൾ നടന്നു നീങ്ങുകയും അവിടെ നിന്ന് പിന്നീട് ബൈക്കിലെത്തി അഫാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തുടർന്നാണ് ഇതിലെ വാസ്തവം അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് വിശദമായ പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് മുക്കുന്നൂർ വരെ ഫർസാന എത്തിയിട്ടുണ്ട്, അത് കാൽനടയായി തന്നെയാണ് എത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ CCTV ദൃശ്യങ്ങളിൽ 3:32 അതായത് ഏതാണ്ട് 3:15 കഴിഞ്ഞപ്പോൾ എനിക്ക് സമീപത്തുള്ള ഈ വീട്ടിൽ നിന്ന് ഈ ഫർസാന ഇറങ്ങുന്നു, ട്യൂഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. ഈ വഴിയിലൂടെ നടന്ന് മുക്കുന്നൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് വെഞ്ഞാറമൂട് ദിശയിൽ കാൽനടയായി നടന്ന് നീങ്ങുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ മറ്റാരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാകാം, അതല്ല എങ്കിൽ അഫാൻ എവിടെയാകും കാത്തുനിൽക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരിക്കാം. അങ്ങനെ മുക്കുന്നൂറിന്റെ പ്രധാന ടൗൺ കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നതിനിടയിൽ എവിടെയോ വെച്ച് അഫാൻ വാഹനത്തിൽ കയറ്റി, ബൈക്കിൽ കയറ്റി ഈ ഫർസാനയുമായിട്ട് മുമ്പോട്ട് നീങ്ങുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 3:32 ഉള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ 4 മണിക്കാണ് അതിദാരുണമായി അവൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതായത് സഹോദരൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവനെ ഉപായത്തിൽ കുഴിമന്തി വാങ്ങാനെന്ന പേരിൽ വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം വീട്ടിലേക്ക് തിരികെ കയറിയ അഫാൻ അതിക്രൂരമായി മുകളിലത്തെ നിലയിൽ ഒരു കസേരയിൽ ഇരുത്തി ഈ 22-കാരിയെ ക്രൂരമായി കൊല ചെയ്യുകയായിരുന്നു. ആ ഞെട്ടലിൽ നിന്ന് ഈ നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല. അതിനിടയിലാണ് ഈ മരണത്തിലേക്ക് നടന്നു നീങ്ങുന്ന, താൻ ഏറെ സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിച്ച് അവന്റെ ഫോൺ കോൾ കേട്ട് അവനൊപ്പം ഇറങ്ങിപ്പോയ ഫർസാനയുടെ ഈ വേദന ഉളവാക്കുന്ന, നൊമ്പരമുളവാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. തീർച്ചയായും ഈ കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്ത് വിടുന്നത്. പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളിൽ ഒന്നാണിത്. കാൽനടയായി പുത്തൂരിലെ വീട്ടിൽ നിന്ന് മുക്കന്നൂർ വരെ ഫർസാന പോയതിന്റെ ദൃശ്യങ്ങളാണ്. ഇതിനുശേഷമാണ് വഴിയിൽ കാത്തുനിന്ന് അഫാനോടൊപ്പം കയറി അഫാന്റെ വീട്ടിലേക്ക് ഫർസാന പോകുന്നത്. ട്യൂഷന് എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഡാൻ തുടരുന്നുണ്ട്. ഡാന്, ഈ നിർണായക ഈ CCTV ദൃശ്യങ്ങൾക്കൊപ്പം മറ്റ് തെളിവുകളെല്ലാം ശേഖരിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഇപ്പോൾ പോലീസ്. അതിവേഗം ഈ അന്വേഷണം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. പക്ഷെ അവിടെ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇപ്പോഴും അഫാൻ ആശുപത്രിയിലാണ് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? മറ്റെന്തൊക്കെ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത് ഇതിനോടകം? 72 മണിക്കൂറാണ് നിർണായകമായി പോലീസ് കണക്ക് കൂട്ടുന്നത്. അതായത് 72 മണിക്കൂർ കൂടി ആരോഗ്യ വിദഗ്ധരുടെ അല്ലെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ അടക്കം കൃത്യമായ നിരീക്ഷണത്തിലായിരിക്കും പ്രതി. ആ 72 മണിക്കൂർ പൂർത്തിയായി ഇയാൾ മാനസിക നില വീണ്ടെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ തുടർ നീക്കങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിനോടകം ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് പ്രതി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ പോലീസിന് ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിശകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. അതായത് ഈ സാമ്പത്തികമായ ബാധ്യതയുടെ പേരിൽ നേരത്തെ തന്നെ കൂട്ട ആത്മഹത്യയ്ക്ക് പ്രതി ശ്രമിച്ചിരുന്നു. ഈ കുടുംബം ഒന്നടങ്കം അങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. അതിൽ നിന്ന് ഉമ്മ ഷെമി പിന്മാറിയതാണ്
പിന്നീട് ഇങ്ങനെ ക്രൂരമായി എല്ലാവരെയും വേണ്ടപ്പെട്ടവരെ മുഴുവൻ കൊലപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ ദിശയിൽ അന്വേഷണം നടക്കുന്നതിനോടൊപ്പം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഈ പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഒരു കാര്യം, അതായത് ഇത്രത്തോളം നിഷ്ഠൂരമായ 5 കൊലപാതകങ്ങൾ നടത്തിയത് അഫാന്റെ ഉമ്മ ഷെമി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ ഷെമി ഡോക്ടറോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താൻ കട്ടിലിൽ നിന്ന് വീണ് പരുക്കേറ്റതാണ് എന്നുള്ളതാണ് ഡോക്ടറോട് പറഞ്ഞത്. അതിൽ നിന്ന് സ്വാഭാവികമായും വിലയിരുത്തപ്പെടുന്നത് തന്റെ മകനെ ഇത്തരത്തിൽ നിയമ നടപടികൾക്കൊന്നും വിട്ടുകൊടുക്കേണ്ട, അത് ഭയന്നുകൊണ്ട് ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞതാകാം ഷെമി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, തന്റെ ഇളയ മകൻ അടക്കം ആ കുടുംബത്തിലെ എല്ലാവരും മരിച്ചു എന്നുള്ളത് ഷെമി അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഈ ഷെമി വീണ്ടും അബോധാവസ്ഥയിലാകുന്നുണ്ട്. ഷെമിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ കൂടുതൽ മറ്റ് വിവരങ്ങൾ അഫാനെ കുറിച്ചുള്ളത് ലഭിക്കും എന്നുള്ള സൂചന അല്ലെങ്കിൽ ആ ഒരു നിഗമനം പോലീസിന് മുന്നിലില്ലേ? അതോടൊപ്പം അഫാന്റെ അച്ഛനെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം, ആ ശ്രമങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അതായത് തലയോട്ടിക്കാണ് ക്ഷതമേറ്റത് ഈ ആക്രമണത്തിൽ ഷെമിക്ക്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായ ദുഷ്കരമായ ദൌത്യമാണ്. അങ്ങനെ ഒരു ദൌത്യത്തിന് പോലീസ് ഇപ്പോൾ മുതിരില്ല എന്നാണ് അറിയുന്നത്. കാരണം വലിയൊരു ദുരന്തം ഉണ്ടായ വിവരം ഷെമിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് ഇങ്ങനെ സ്വന്തം അനുജനെ അടക്കം അവൻ കൊന്നു, ക്രൂരമായി കൊലപ്പെടുത്തി എന്ന കാര്യം, ഈ അഫാൻ കൊലപ്പെടുത്തി എന്ന കാര്യം ഷെമിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉറച്ചു പറയുന്നത്. ബന്ധുക്കളിൽ ചിലരോട് അനിയൻ എവിടെയെന്ന് ഈ ഷെമി ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായി ഇരിക്കുന്നുവെന്ന മറുപടിയാണ് ബന്ധുക്കൾ നൽകിയിരിക്കുന്നത് എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തത്തിന് വിവരം എങ്ങനെ അവരെ അറിയിക്കുമെന്നതാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഉറ്റമിത്രങ്ങളുമൊക്കെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിലാണ് ഈ കാര്യങ്ങൾ എന്താണ് ഈ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച ഒരു കൃത്യമായ വസ്തുത പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഷെമിയിൽ നിന്നത് ചോദിച്ചറിയേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് കൂടി കാര്യങ്ങൾ പോലീസിനെ കൊണ്ടുചെന്നെത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാം എന്നൊരു വിലയിരുത്തലിലാണ് പോലീസ്. അതിനുശേഷം മാത്രം അങ്ങനെ ഒരു നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നാണ് അവരുടെ തീരുമാനവും. പക്ഷേ അതിനിടയിലാണ് ഈ പിതാവിനെ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ നാട്ടിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് അറിയാതെ ഉഴലുകയാണ് ബന്ധുക്കൾ. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് അഫാനെ ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം അഫാന്റെ പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള സന്നദ്ധ സംഘടനകളുടെ ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ 72 മണിക്കൂർ നിരീക്ഷണത്തിൽ വേണമെന്ന് മെഡിക്കൽ സംഘം. അതിനുശേഷം ചോദ്യം ചെയ്യും. അമ്മ ഷെമി ഇപ്പോൾ അബോധാവസ്ഥയിൽ. അപകടനില തരണം ചെയ്തെങ്കിലും ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. 5 മരണങ്ങളുടെയും കാരണം തലക്കേറ്റ ക്ഷതമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 5 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കും. അന്വേഷണത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 4 പവന്റെ സ്വർണ്ണാഭരണം നൽകാത്തതിന്റെ പേരിലാണ് അഫാൻ പിതാവിന്റെ അമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് സൂചന. പ്രതി അഫാൻ ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന് പോലീസ്. പ്രതിയുടെ സൌഹൃദങ്ങളെക്കുറിച്ചും അന്വേഷണം. കൊലപാതകം നടത്താൻ അഫാൻ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വെഞ്ഞാറൻമൂട്ടിലെ മണിമുറ്റത്ത് നിധി എന്ന സ്ഥാപനത്തിലാണ് സ്വർണം പണയം വെച്ചതെന്ന് പ്രതി അഫാൻ. വെഞ്ഞാറൻമൂട്ടിൽ പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയതെന്നും മൊഴി. നെയ്യാറ്റിൻകര കാഞ്ഞിരം കുളത്ത് റിട്ടയർഡ് ASIയുടെ കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ വീതം പിഴയും ശിക്ഷ. റിട്ടയർഡ് ASI മനോഹരനെ കൊന്ന കേസിൽ ശിക്ഷ വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പ്രതികളായ സുരേഷ്, വിജയൻ, സുനിൽ എന്നിവർക്കാണ് ശിക്ഷ. പുറംപോക്ക് സ്ഥലം അതിര് നിർണയിച്ച് സർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ. ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. മുൻകൂർ നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റിന് നിയമസാധുതയില്ലെന്ന് വ്യക്തമാക്കി. ചെന്താമരയുടെ അഭിഭാഷകൻ കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിച്ചു. മലപ്പുറം തലപ്പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു.
മുന്നിയൂർ പാലക്കൽ സ്വദേശി സുമി, മകൾ ഷബ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത്. ആലപ്പുഴ ചെട്ടിക്കാട് ഗുണ്ടകൾ ഏറ്റുമുട്ടി നിരവധി കേസുകളിൽ പ്രതിയായ തുമ്പി ബിനുവും ജോൺകുട്ടിയും തമ്മിൽ കത്തിക്കുത്ത്. ഇരുവർക്കും പരിക്കേറ്റു, ഒരാളുടെ നില ഗുരുതരം. 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കൈ. 17 വാർഡുകളിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ LDF സ്ഥാനാർത്ഥികൾക്ക് വിജയം. നില മെച്ചപ്പെടുത്തിയ UDF അക്കൌണ്ട് 10-ൽ നിന്ന് 12 ഉയർത്തി. തിരുവനന്തപുരം പാങ്ങോട് പുലിപ്പാറ വാർഡ് UDFൽ നിന്ന് SDPI പിടിച്ചെടുത്തു. SDPI ജയിച്ചത് UDF പിന്തുണയോടെയെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. കണ്ണൂരിൽ വഴി തടഞ്ഞുള്ള സമരത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയില്ല. നിയമം അനുസരിച്ച് വേണം ഓരോരുത്തരും സമരം ചെയ്യാൻ. നിലമ്പൂർ മണ്ഡലത്തിൽ വരുന്ന പ്രശ്നം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും TP രാമകൃഷ്ണൻ. മലപ്പുറം നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ LDFന് തിരിച്ചടി. LDFന് ഭരണത്തിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF അംഗം നുസൈബ UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. ഏറെ നേരത്തെ സംഘർഷങ്ങൾക്കൊടുവിലായിരുന്നു വോട്ടെടുപ്പ് നടപടികൾ. മലപ്പുറം ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെ സംഘർഷം. UDF LDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. വിമത അംഗം നുസൈബയുടെ ദേഹത്ത് LDF അംഗങ്ങൾ ചാണകവെള്ളം തളിച്ചെന്ന് ആരോപിച്ച് UDF രംഗത്ത് വന്നു. അൻവർ പോയാൽ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞ LDFന് ഒരു പഞ്ചായത്ത് ഒന്നാകെ പോവുകയാണെന്ന് PV അൻവർ. ചുങ്കത്തറയ്ക്ക് പിന്നാലെ മറ്റൊരു പഞ്ചായത്തും LDFന് നഷ്ടമാകുമെന്ന് PV അൻവർ ന്യൂസ് 18നോട്. മതവിദ്വേഷ കേസിൽ റിമാൻഡിലായ PC ജോർജ് ജാമ്യ ഹർജി നൽകി. ഹർജി ഫയലിൽ സ്വീകരിച്ച ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് തിരികെ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസയുടെ മരണത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. മൗസയുടെ മൊബൈൽ ഫോൺ മരിക്കുന്നതിന്റെ തലേ ദിവസം ആൺ സുഹൃത്ത് എടുത്തുകൊണ്ടുപോയതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. ഒളിവിലുള്ള ആൺ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ, ഈ മൗസയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദുരൂഹതകൾ ഏറുകയാണല്ലോ. ഈ ആൺ സുഹൃത്തിന്റെ പങ്ക് അത് ഏത് തരത്തിലാണ് പോലീസ് അനുമാനിക്കുന്നത്? ആര്യ, കോഴിക്കോട് കോവൂർ സ്വദേശിയായ യുവാവിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുമായി യുവതിക്ക് ചില അടുപ്പമുണ്ടായിരുന്നുവെന്നും സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. പലപ്പോഴും ഇയാളോടൊപ്പം പുറത്തേക്ക് പോകാറുണ്ടായിരുന്നുവെന്നും മൊഴി നൽകി. ഈ സംഭവം നടക്കുന്ന ദിവസത്തിന് തലേ ദിവസം ഇവർ താമസിക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു. ഇതിനുശേഷം അവർ തമ്മിൽ ചില വാക്കേറ്റമുണ്ടാവുകയും മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിനുശേഷം പിന്നീട് ഏറെ മൗനയായാണ് ഈ കുട്ടി എന്നത്. പിന്നീട് രാവിലെ കോളേജിലെ കലോത്സവത്തിലടക്കം പങ്കെടുത്ത് ഉച്ചയോടുകൂടി മുറിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് സുഹൃത്തുക്കൾ മൊബൈൽ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു. പിന്നീടാണ് ഈ കുട്ടികൾ ഈ താമസ സ്ഥലത്തേക്ക് എത്തുകയും കതകിൽ മുട്ടി വിളിക്കുകയും ചെയ്ത്. അപ്പോൾ കതക് അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് സമീപത്തു നിന്നും സഹപാഠികളൊക്കെ എത്തി ഈ ചവിട്ടി തുറന്ന് അകത്ത് കിടന്നപ്പോഴേക്കും തൂങ്ങി മരിച്ച നിലയിലാണ് ഈ വിദ്യാർത്ഥിനിയെ കണ്ടെത്തുകയും ചെയ്ത്. മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിവെച്ച 3 ഫോൺ നമ്പറുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത് ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെയും അമ്മാവിൻ്റെയുമായിരുന്നു. മറ്റു വേറൊരു സാമഗ്രികളും മുറിയിൽ നിന്നും ലഭിച്ചില്ല. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ അപ്പോൾ തന്നെ കാണാതായി മാറിയിരുന്നു. പിന്നീട് പോലീസ് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ്. ഈ സമയത്താണ് ഈ ആൺ സുഹൃത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഹപാഠികൾ അല്ലെങ്കിൽ കൂടെ താമസിക്കുന്ന വിദ്യാർത്ഥികൾ പോലീസിനോട് പറഞ്ഞത്. ഇയാളുമായി കുറച്ച് നാളുകളായി അടുപ്പമുണ്ടായിരുന്നു എന്ന് ഈ വിദ്യാർത്ഥിനികൾ പറഞ്ഞു. പക്ഷേ ഈ അടുത്തിടെയാണ് ഈ ആൺസുഹൃത്ത് അയാൾ വിവാഹിതനും അയാൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ കുട്ടി അറിഞ്ഞത്. ഇതേ തുടർന്ന് വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു എന്നും പറയുന്നു. പിന്നീടാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവുകയും മൊബൈൽ ഫോൺ അടക്കം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്തായാലും ഈ ആത്മഹത്യ അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ ഈ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഈ വിവരങ്ങൾ ലഭിക്കുകയും പോലീസ് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അയാളുടെ വീട്ടിലില്ല. മറ്റ് പോകാനിടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് തെരഞ്ഞെങ്കിലും കണ്ടുകിട്ടുമില്ല. ഇയാളിപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പുരുഷ സുഹൃത്തിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ആൺ സുഹൃത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമാവും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഇയാൾക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നുണ്ട്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ വികസനത്തിന്റെ വളർച്ച കേരളത്തിൽ പോരാ എന്നതാണ് തന്റെ അഭിപ്രായമെന്ന് ശശി തരൂർ MP. തന്നെ എതിർക്കാനും താൻ പറയുന്നതിൽ കുറ്റം കണ്ടെത്താനും സ്വന്തം പാർട്ടിയിൽ പോലും ആളുകൾ ഉണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. താൻ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും
നാട് നന്നാക്കണം എന്നതാണ് ആവശ്യമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ പറഞ്ഞു. ഏറെ വിവാദമുണ്ടാക്കിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപം പുറത്തു വന്നിരിക്കുകയാണ്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാൻ, തുടക്കം മുതലേ ശശി തരൂർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപം കാണൂ, ആ ഇന്റർവ്യൂവിന്റെ പൂർണ്ണ രൂപം കണ്ടതിനു ശേഷം വിമർശിക്കൂ എന്നുള്ളത്. ഇപ്പോൾ പൂർണ്ണ രൂപം പുറത്തു വന്ന സ്ഥിതിക്ക് തരൂറിന് നേരെ വാളോങ്ങിയ എല്ലാവരും വെട്ടിലാവുന്ന അവസ്ഥയാണോ? അങ്ങനെ പറയാൻ കഴിയില്ല. അതായത് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അദ്ദേഹം നൽകിയ ലേഖനത്തിൽ എഴുതിയിരുന്ന അതല്ലെങ്കിൽ അദ്ദേഹം നൽകിയ അഭിമുഖത്തിലെ വിശദാംശങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ പോഡ്കാസ്റ്റിലൂടെ അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, അതായത് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങൾ അടിവരയിടുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് അദ്ദേഹം അവിടെ തുറന്നു പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം, തന്നെ വിമർശിക്കാനായിട്ട് ബോധപൂർവമായ ശ്രമമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം നടത്തുന്നത് എന്ന് തന്നെയാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. അതായത് അത് ഇപ്പോൾ തുടങ്ങിയതല്ല, അതിന് നേരത്തെ മുതൽ അങ്ങനെ ഒരു ശ്രമം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് തരൂർ പറയുമ്പോൾ അത് ആരെ ലക്ഷ്യമിട്ടാണ് എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യപ്പെടുക. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശശി തരൂരിന്റെ നീക്കങ്ങളും, അതായത് ശശി തരൂരിന്റെ ആഗ്രഹവും അദ്ദേഹം ഈ അഭിമുഖത്തിൽ തുറന്നു പറയുകയാണ്. അത് ദേശീയ തലത്തിൽ തന്നെ തരൂർ എടുത്ത കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനെതിരെ അടക്കം തരൂർ എടുത്ത നിലപാടുകൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നതിനിടയിലാണ് അടുത്ത ദിവസം ഹൈക്കമാൻഡ് നേതൃത്വം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് ശശി തരൂരിന്റെ ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തരൂരിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും അതിന്റെ ഭാഗമായി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുമ്പോഴും നിലപാടുകളിൽ മാറ്റമില്ലാതെ അദ്ദേഹത്തിന്റെ അസംതൃപ്തി പരസ്യമാക്കുമ്പോൾ തുടർന്ന് തരൂരിന്റെ കാര്യത്തിൽ, തരൂർ വിഷയത്തിൽ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് വേണ്ടി എന്ത് നിലപാടായിരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇനി സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏറെ വിവാദമുണ്ടാക്കിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപം വരുമ്പോൾ ഇന്നത്തെ വാർത്താ ദിനം ഏറെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ തന്നെയാകും. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി KPCC എക്സിക്യൂട്ടീവ് അംഗവും മുൻ കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ ജോയ് തോമസ്. കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ ശശി തരൂർ പോലെയുള്ള ആധുനിക ചിന്താശേഷിയുള്ള നേതാക്കൾ വരണം. ജനങ്ങളുമായി ബന്ധം പുലർത്തുന്ന ശശി തരൂരിനെ പോലെയുള്ളവരാണ് പാർട്ടിയെ പുതുജീവിതത്തിലേക്ക് നയിക്കേണ്ടതെന്നും FB പോസ്റ്റിൽ പറയുന്നു. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അനീഷ്, ഏറെ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തരൂറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ജോയ് തോമസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശശി തരൂർ തന്നെ നേതൃതലത്തിലേക്ക് ഉയർന്നു വരണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ, തന്നെ ആവശ്യമില്ലെങ്കിൽ അത് പറയണമെന്ന് വ്യക്തമാക്കുന്ന സമയത്താണ് പാർട്ടിക്കുള്ളിൽ ഒരു നിശബ്ദത നിലനിൽക്കുന്നു. ഹൈക്കമാൻഡും KPCCയും ഒക്കെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള പരാമർശങ്ങൾ ഇനി ആരുടെയും ഭാഗത്തുനിന്ന് വേണ്ട എന്ന് പറയുമ്പോഴാണ് ഇടുക്കിയിലെ ഏറ്റവും പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായ ജോയ് തോമസ്, മുൻ UDF കൺവീനറാണ്, കൺസ്യൂമർ ഫെഡിന്റെ ചെയർമാനാണ്, ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് അംഗമാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ ശശി തരൂർ പോലെയുള്ള ആധുനിക ചിന്താശേഷിയുള്ള നേതാക്കൾ കൂടി വേണം. ശശി തരൂർ പോലെയുള്ള ശക്തമായ ആശയങ്ങളുള്ളവരും ജനങ്ങളുമായി ബന്ധം പുലർത്തുന്നവരാണ്. അത്തരക്കാരാണ് പാർട്ടിയെ പുതുജീവിതത്തിലേക്ക് നയിക്കേണ്ടത്. ജനങ്ങളുമായി ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് കോൺഗ്രസിന്റെ ജനനം ഉറപ്പാക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നേതൃമാറ്റം അടിയന്തരമായി വേണം. നേതൃതലത്തിലേക്ക് ജനങ്ങളുമായി ഇടപഴകുന്ന ആധുനിക കാഴ്ചപ്പാടുള്ള ആളുകൾ വേണമെന്നാണ് പറയുന്നത്. ഒപ്പം ഇന്ത്യയും കേരളവും മാറുകയാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോഴും പഴയ രീതിയിൽ മുന്നോട്ട് പോയാൽ ഭാവി തന്നെ അപകടത്തിലാവും. ചില നേതാക്കൾ മാത്രം തീരുമാനമെടുക്കുന്ന രീതി അവസാനിപ്പിക്കണം. ജനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന, അവർക്കൊപ്പം നീങ്ങുന്ന ഒരു പാർട്ടിയാവാൻ കോൺഗ്രസിന് കഴിയണമെന്നും പറയുന്നു. ഒപ്പം ദീർഘവീക്ഷണത്തോടെയുള്ള നിലപാടുകൾ ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി 2014 ഉമ്മൻചാണ്ടി സർക്കാർ ബാറുകൾ അടച്ചുപൂട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും വിമർശിക്കുന്നു. മദ്യലഹരി കുറയ്ക്കണമെന്ന ഉദ്ദേശം നല്ലതായിരുന്നു. പക്ഷേ ഈ തീരുമാനം പെട്ടെന്നെടുത്തതും അതിന്റെ ഫലങ്ങൾ ആലോചിക്കാതെ ചെയ്തത് മൂലം വലിയ പ്രശ്നങ്ങളുണ്ടായി. ബിസിനസ്സുകാർ ഏതാണ്ട് പൂർണ്ണമായി കോൺഗ്രസിനോട്
അകർന്നു. ഹോട്ടലുകളും ടൂറിസവും വലിയ സാമ്പത്തിക നഷ്ടത്തിലായി. ഒപ്പം ബിവറേജിലെ ക്യൂ നീണ്ടു. അതിനൊപ്പം അനധികൃത മദ്യവ്യാപാരവും ലഹരിയുടെ വ്യാപനവും അല്ലാതെ ഉണ്ടായി എന്നതടക്കമുള്ള ദീർഘവീക്ഷണമില്ലാത്ത നടപടിക്രമങ്ങളാണ് കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും പറയുന്നു. അതായത് വേണ്ട കൂടിയാലോചനകൾ ഇല്ലാതെയാണ് നേതൃത്വം കാര്യങ്ങൾ നീങ്ങുന്നത്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദീർഘവീക്ഷണമില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒപ്പം ഈ ശശി തരൂരിനെ പോലുള്ള ആധുനിക നേതാക്കൾ, ജനപ്രിയ നേതാക്കൾ നേതൃതലത്തിലേക്ക് വരണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും. എന്തായാലും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടലൊക്കെ നടക്കുന്നതിനിടയിലാണ് ജോയ് തോമസിന്റെ ഈ FB പോസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതും ഏറെ നിർണായകമാണ്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ചുങ്കത്തറയിലെ അട്ടിമറിക്ക് പിന്നാലെ അൻവറിന്റെ കൊലവിളി പ്രസംഗം. തന്നോടും UDF പ്രവർത്തകരോടും ഭീഷണി വേണ്ടെന്ന് PV അൻവർ. UDF പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്ന ഭീഷണിയും അൻവർ ഉയർത്തി. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന, അഭ്യർത്ഥന പറയും. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാണ്, നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ, മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം, തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. CPM ഏരിയ സെക്രട്ടറി നുഷൈബയുടെ ഭർത്താവിന് ഭീഷണി സന്ദേശം അയച്ചു എന്നാരോപിച്ച് അതിന് മറുപടി പറയുകയായിരുന്നു അൻവർ. ഇപ്പൊ വൈസ് പ്രസിഡന്റ് നുസൈബ ഭർത്താവ് സുധീറിന് ഏരിയ സെക്രട്ടറിയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. കുടുംബമടക്കി പണി തീർത്ത് കളയും. നാളെ പോലീസിന് നമ്മളത് കൊടുക്കുന്നുണ്ട്. അൻവറിന്റെ മോട്ടിൽ നടന്നാൽ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബമടക്കം. ആരാ പറയുന്നത്? പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. ഇന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് കാച്ചു ചെയ്യുന്നല്ലോ. ആ പിണറായിസം ഇങ്ങനെ ബാധിച്ച് ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറിയിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിയിലേക്ക് പിണറായിസം പകർന്നുകൊണ്ടിരിക്കുക. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഈ ചുങ്കത്തറയിലെ അട്ടിമറിക്ക് ശേഷം ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അൻവറിന് എന്ന് നമുക്ക് ഈ കൊലവിളി പ്രസംഗം അടക്കം കേൾക്കുമ്പോൾ തോന്നുന്നു. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അൻവർ എഫക്ട് നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അൻവറിന് സ്വാഭാവികമായും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ആ സൂചന നൽകുന്ന പ്രസ്താവനകളൊക്കെ ഇതിനിടയിൽ വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ കൊലവിളി പ്രസംഗം കൂടി വരുന്നത്. എങ്ങനെ നോക്കിക്കാണണം അൻവറിന്റെ നീക്കങ്ങളെ? ആര്യ, രണ്ട് തരത്തിലാണ് ഇത് കാണേണ്ടത്. ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ള അൻവറിന്റെ മറുപടി. രണ്ട്, ആളുകളെ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണി. അതായത് ഒപ്പം നിൽക്കുന്നവർ എന്ത് അക്രമം വേണമെങ്കിലും ചെയ്താലും താൻ അവർക്ക് ഒപ്പം ഉണ്ടാകുമെന്ന തരത്തിലൊരു സന്ദേശം കൂടി പരോക്ഷമായിട്ട് അൻവർ ഇതിന് നൽകുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം അക്രമത്തിന്റെ ഭാഷ അദ്ദേഹത്തിന് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത്. അന്നൊക്കെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് വലതുപക്ഷത്തിനെതിരെയാണെന്നെങ്കിൽ ഇന്ന് അദ്ദേഹം തിരിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഇത് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊലവിളിയും അതേപോലെ തന്നെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മുമ്പുണ്ടായെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം മറ്റൊന്നാണ്. ഒപ്പം തന്നെ സമകാലീനമായിട്ടുള്ള ഈ വിഷയങ്ങളിൽ വീട് കയറി ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് ഒരുപക്ഷെ പ്രവർത്തകരിൽ നൽകുന്ന ഒരു വല്ലാത്ത ധൈര്യമുണ്ട്.
അത് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ഏറെ ജനപിന്തുണയുള്ള ഒരു നേതാവ് ഒരു പരസ്യമായിട്ടൊരു വേദിയിൽ ഇത്തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തുന്നത് ഔചിത്യമാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹം ന്യായീകരിച്ചാൽ തന്നെയും അണികളെ സംബന്ധിച്ച് അത് വലിയ ആത്മവിശ്വാസം നൽകും. പക്ഷേ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഉയർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടില്ല. പരാതിയുമായി പോകുമെന്നാണ് നേരത്തെ ഇടതുപക്ഷം അയച്ച മെസ്സേജിന് അത് ഭീഷണി സന്ദേശമാണെന്ന് കാണിച്ച് പോലീസിന് പരാതി നൽകുമെന്നാണ് അൻവറിന്റെ വിഭാഗക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ശരി, സേവി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിന് പിന്നാലെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ശക്തി അറിയിക്കാനാണ് അൻവറിന്റെ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണമാറ്റം ഉണ്ടാക്കാനാണ് അൻവറിന്റെ ശ്രമം. സംസ്ഥാനത്തെ കൂടുതൽ ഇടങ്ങളിൽ നിന്നും LDFന്റെ നേതാക്കളെ തങ്ങൾക്കൊപ്പം എത്തിക്കുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം. ഇന്ന് രാവിലെ 11-ന് കോട്ടയത്ത് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, കൂടുതൽ LDF നേതാക്കളെ TMCയിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് അൻവർ എന്നുള്ളതാണ് പ്രഖ്യാപനം. എന്ത് പ്രതീക്ഷിക്കണം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന്? തീർച്ചയായും പ്രധാനപ്പെട്ട നേതാക്കൾ എന്നൊക്കെയാണ് PV അൻവർ പറയുന്നത്. പക്ഷേ അത് 11:15 അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉള്ളത്. ആ വാർത്താ സമ്മേളനം വരെ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും നിലവിൽ പല അഭ്യൂഹങ്ങളും മാത്രമാണ്. ചില CPM നേതാക്കൾ അങ്ങനെ പോകും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണുള്ളത്. കോട്ടയം ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ നേതാക്കൾ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കൾ അല്ലെങ്കിൽ NCP നേതാക്കളാണ് എത്തുന്നത് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഒരു കാര്യം ഈ ഇടതുമുന്നണി നേതൃത്വമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടിക്കുള്ളിലുള്ള ഒരു നേതാവും പോകില്ല എന്ന ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഏതെങ്കിലും പാർട്ടി പുറത്താക്കുകയോ അല്ലെങ്കിൽ പാർട്ടി നടപടിക്ക് വിധേയനായി നിൽക്കുകയോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ പോകുമോ എന്ന കാര്യവും വ്യക്തമല്ല. എന്തായാലും PV അൻവർ ഇങ്ങനെ പറഞ്ഞ നിലയ്ക്ക് ഇത്തരത്തിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 11:15 കോട്ടയത്ത് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കോട്ടയത്ത് വിളിച്ചതുകൊണ്ട് തന്നെ കോട്ടയത്തെ നേതാക്കൾ തന്നെയാണ് എത്തുന്നത് എന്നുള്ളതാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. എന്തായാലും ആര്, എന്ത്, എങ്ങനെ എന്നൊക്കെയുള്ളത് ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ആര്യ, തീർച്ചയായും ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു അന്തർദേശീയ വാർത്തയാണ് വരുന്നത്. അമേരിക്കയിൽ വീണ്ടും ഒരു വിമാന അപകടത്തിനുള്ള സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അത് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഷിക്കാഗോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തലനാരിഴയ്ക്ക് വിമാന അപകടം ഒഴിവായിരിക്കുന്നു. 2 വിമാനങ്ങൾ കൂട്ടിയിടിയോളം എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സൗത്ത് വെസ്റ്റ് എയർലൈൻ വിമാനവും ഒരു സ്വകാര്യ വിമാനവുമാണ് കൂട്ടിമുട്ടലിന്റെ വക്കോളം എത്തിയത്. സ്വകാര്യ വിമാനം ദിശ തെറ്റി റൺവേയിൽ പ്രവേശിച്ചതാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. സൗത്ത് വെസ്റ്റ് എയർലൈൻ വിമാനം പൊങ്ങിപ്പറന്നതിനാൽ മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. എന്തായാലും ഈ വാർത്തയോടുകൂടി 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. TG സജിത്ത് എത്തും. നമസ്കാരം.